ഹബക്കുക്കിൻ്റെ പ്രവചനം 1-ാം അധ്യായം 13-ാമത്തെ വാക്യം. മതി, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുത്തെ പാദാന്തികം ഞങ്ങൾ കടന്നു വരുന്നു. നിൻ്റെ വചനം അല്പസമയം ഞങ്ങൾ ഈ സഭായോഗത്തിൻ്റെ നടുവിൽ ചിന്തിക്കുമ്പോൾ ഞങ്ങളോട് അവിടുന്ന് സംസാരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയുമാറ് അവിടുന്ന് ഞങ്ങളോട് ഇടപെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സംസാരിക്കുന്ന അടിയനും കേൾക്കുന്നവർക്കും ഒരുപോലെ നിങ്കൽ നിന്ന് പഠിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. നീ ഞങ്ങളെ ഇതിനായി അനുഗ്രഹിക്കണം, ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ. പഴയ നിയമ പ്രവചന പുസ്തകങ്ങൾ ആ വിധത്തിൽ അതിൻ്റെ ആ കാലഘട്ടത്തിൻ്റെ ആലോചന അനുസരിച്ച് വ്യാഖ്യാനിപ്പാനല്ല ഞാൻ ഈ ഭാഗം വായിച്ചത്. ഹബക്കുക്ക് തൻ്റെ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ ദൈവത്തോട് ചോദിച്ച ഒരു ചോദ്യമാണ് നാം വായിക്കുന്ന ഭാഗം. ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനാണ് നീ, പീഡനം കാണുവാൻ കഴിയാത്തവനുമാണ്. എങ്കിലും ഈ ദ്രോഹം പ്രവർത്തിക്കുന്നവരെ നീ വെറുതെ നോക്കിയിരിക്കുന്നു. ദുഷ്ടൻ തന്നിലും നീതിമാനായവനെ വിഴുങ്ങുമ്പോൾ നീ മിണ്ടാതെ ഇരിക്കുന്നു. എന്തുകൊണ്ടാണ് ദൈവമേ നീ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ഹബക്കുക്ക് ദൈവത്തോട് ചോദിക്കും. ഒന്നുകൂടെ പറഞ്ഞാൽ, നീതിമാൻ എന്തുകൊണ്ട് കഷ്ടപ്പെടുന്നു എന്ന ചോദ്യം. വൈ ഡു ദ റൈച്ചസ് സഫർ? നീതിമാനായവൻ കഷ്ടപ്പെടുമ്പോൾ എന്തുകൊണ്ട് ദൈവം മിണ്ടാതെ ഇരിക്കുന്നു? ദൈവത്തിന് സർവശക്തിയില്ലേ? ഉണ്ട്. ദൈവത്തിന് ഒരു വാക്ക് കൽപ്പിച്ചാൽ ഇതൊക്കെ നിമിഷ നേരം കൊണ്ട് വ്യത്യാസപ്പെടുത്താൻ ദൈവത്തിന് കഴിയില്ലേ? കഴിയും. എന്നിട്ടും എന്തുകൊണ്ടാണ് ദൈവം അത് ചെയ്യാതെ? ഈ ചോദ്യത്തിന് വേണമെങ്കിൽ ഒരുപാട് പഴക്കമെടുക്കാം. ഏദൻ തോട്ടത്തിൻ്റെ ഗേറ്റ് വരെ കൊണ്ടുപോകാം. എന്തുകൊണ്ട് നീതിമാൻ കഷ്ടപ്പെടുന്നു? കായീനും ഹാബേലും ഉള്ള ചരിത്രമോ, ഇല്ലെങ്കിൽ ആ പഴയ ഭക്തനായ ഇയ്യോബിൻ്റെ അനുഭവമോ, പിന്നെ താഴോട്ടിങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഒരുപാട് നീതിമാന്മാരുടെ ജീവിതമെല്ലാം ഒന്ന് വിലയിരുത്തിയാൽ അവിടെയൊക്കെ ഈ ചോദ്യം നമുക്ക് കാണാം. എന്തുകൊണ്ട് നീതിമാൻ കഷ്ടം അനുഭവിക്കുന്നു? ആസഫ് ഒരിക്കൽ ചോദിച്ചു, ഇങ്ങനെയൊക്കെ ആയാൽ ഞാൻ ആത്മീകനായതൊക്കെ വെറുതെ അല്ലേ എന്ന് ചോദിച്ചു, അല്ലേ? അവിടെയും ആ ചോദ്യം കാണാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പഴയ നിയമ ചരിത്രത്തിൽ മാത്രമല്ല, പുതിയ നിയമ കാലഘട്ടത്തിൽ പോലും തൻ്റെ ഭക്തന്മാർ ഒരുപാട് കഷ്ടം അനുഭവിച്ചിട്ടുണ്ട്, രക്തസാക്ഷികളായിട്ടുണ്ട്. പീഡനം ഒരുപാട് ഏറ്റെടുത്ത ലോകത്തിലെ പ്രധാനപ്പെട്ട ഗ്രൂപ്പ് ഏതെന്ന് ചോദിച്ചാൽ ദൈവസഭയാണ്. അവരെ പോലെ കഷ്ടപ്പെട്ട ഒരു ഗ്രൂപ്പ് വേറെ ഉണ്ടാകണമെന്നില്ല. ദൈവത്തിൻ്റെ നാമത്തിൽ കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങിത്തിരിച്ചവരെ ഉപദ്രവിച്ചതുപോലെ ഈ ലോകം മറ്റ് പലരെയും ഉപദ്രവിച്ച് കാണില്ല. അത്രയേറെ വേദനകൾ ദൈവ മക്കൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെയൊക്കെ നമ്മുടെ ദൈവം ഒരു സാഡിസ്റ്റാണോ? ഒരു കൊച്ചു കുഞ്ഞിന് ഒരു തുമ്പിയെ വാലിൽ നൂല് കെട്ടി ചാകുവോളം കൊണ്ടു നടക്കുന്നത് പോലെ ഭൂമിയിൽ നമ്മുടെ കഷ്ടപ്പാട് കണ്ടിട്ട് മരിച്ചു വീഴുന്നവരെ കാത്തിരിക്കുന്ന ഒരു സാഡിസ്റ്റാണോ നമ്മുടെ ദൈവം? നെവർ. നമ്മളൊരിക്കലും അങ്ങനെ കാണുന്നില്ല. അങ്ങനെ ആയിരിക്കുകയില്ല എന്ന് നമുക്കറിയാം. സദ്ഗുണപൂർണനായ നമ്മുടെ നാഥൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമുക്കുള്ള അനുഭവം വെച്ച് നോക്കിയാൽ നമ്മുടെ കർത്താവ് കണ്ണടച്ചിരിക്കുന്ന ഒരുവനല്ലെന്ന് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. പിന്നെ എന്തുകൊണ്ട് ദൈവം ഇത് അനുവദിക്കുന്നു? പഴയ നിയമ ചരിത്രങ്ങളിൽ ഇവർക്കൊക്കെ എത്രത്തോളം ഈ സംബന്ധിച്ചുള്ള മറുപടി ലഭിച്ചു എന്ന് വ്യക്തമല്ല. കാരണം പഴയ നിയമ കാലഘട്ടം വെളിപ്പാടുകളുടെ ഒരു പൂർണ്ണമല്ല, ഒരു പൂർണ്ണ രൂപമല്ലത്. അതുകൊണ്ട് അന്ന് ഭാഗമായി ലഭിച്ച അവരുടെ വെളിപ്പാടനുസരിച്ച് അവർക്കെല്ലാറ്റിനും മറുപടി ഉണ്ടായിരുന്നോ അറിയില്ല. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനത്തെക്കുറിച്ച് പുതിയ നിയമം പറയുന്നിടത്ത് പോലും ആ കാലത്ത് അവർ ആരാഞ്ഞു നോക്കിയപ്പോൾ അവർക്ക് വേണ്ടി അല്ല അതെന്ന് അവരോട് പറഞ്ഞു. അത്ര മാത്രമേ അവർക്ക് അറിയുമായിരുന്നുള്ളൂ. പലതും അങ്ങനെയുള്ള ഭാഗിക വെളിപ്പാടുകളായിരുന്നു.
എന്നിട്ടും അവർ ദൈവത്തോട് ചോദിച്ചു. യിരെമ്യാവ് 12:1 തോന്നുന്നു. അവിടെ ചോദിക്കുന്നുണ്ട്, അവിടെ പറയുന്നത്, യഹോവേ, നിന്നോട് വാദിച്ചാൽ നീ നീതിമാനായിരിക്കും, എങ്കിലും ന്യായങ്ങളെക്കുറിച്ച് നിന്നോട് ചോദിപ്പാൻ ഞാൻ തുനിയുന്നു. ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കാൻ സംഗതി എന്ത്? ദ്രോഹം പ്രവർത്തിക്കുന്നവരെയൊക്കെ നീ എന്തുകൊണ്ട് നിർഭയന്മാരാക്കി വെച്ചിരിക്കുന്നു? അങ്ങ് താഴോട്ട് വായിക്കുമ്പോൾ അവൻ ദൈവത്തോട് ചോദിക്കുമ്പോൾ പറയുക, കർത്താവേ, നിന്നോട് ചോദിച്ചാൽ ഞാനേ നോക്കുള്ളൂ, നീയാ നീതിമാൻ. പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്ക് കാര്യം ചോദിക്കാൻ ഒരു സ്ഥലമുണ്ട്, അത് നീയാ. അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കാൻ പോവാം. നോക്കുക, അവിടെയൊക്കെ അവർക്ക് എന്ത് മറുപടി കിട്ടിയെന്ന് എനിക്കറിയില്ല. പക്ഷേ 4-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു, യിരെമ്യാവിനോട് കർത്താവ് പറയുന്നുണ്ട്, നീ ഇപ്പം ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ അടുത്തത് നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഇവിടെ ചോദിക്കുകയാണ്, കാലാളുകളുടെ കൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ എനിക്ക് നിന്നെ കുതിരപ്പടയുടെ കൂടെ വിടാനാ പദ്ധതി. അപ്പം നീ എന്നാ പറയുന്നു ചോദിച്ചു. സമാധാന ദേശത്ത് നീ നിർഭയമായിരിക്കുന്നില്ലെങ്കിൽ മഹാനക്രമുള്ള യോർദാന്റെ വൻകാട്ടിലേക്ക് ഞാൻ നിന്നെ വിടാൻ പോയാൽ അവിടെ നീ എന്നാ പറയും? അവനിങ്ങനെ പറഞ്ഞു, കർത്താവേ, നീ എന്നെ കോപത്തോടെ അല്ല സ്നേഹത്തോടെ ശിക്ഷിച്ചോളാൻ പറഞ്ഞു. അവനൊരു പ്രത്യേക ബലമൊക്കെ ദൈവം കൊടുത്ത്. അതുപോലെ തന്നെ ആസാഫിനോട് ചോദിച്ചാൽ അവൻ പറയും, ദൈവം എന്നോടൊരു മറുപടി പറഞ്ഞു. എന്താ? സകലരും ഒരുപോലെ വഴുവഴുപ്പിലാണ് നിൽക്കുന്നത്. പിന്നെ എന്താ പ്രത്യേകത? മുകളിൽ നിന്നൊരു കരം ഇറങ്ങി വന്ന് എൻ്റെ കരത്തെ പിടിച്ചിട്ടുണ്ട്, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. ഭൂമി മുഴുവൻ തെന്നിയാലും ഞാൻ വീഴില്ല, കാരണം എന്നെ പിടിച്ച കരം ഉയരത്തിൽ നിന്നാണ്. പ്രൈസ് ദി ലോർഡ്. അവനെ ദൈവം ബലപ്പെടുത്തി അയച്ചു. അവൻ ആലോചന എന്ത് കിട്ടിയെന്ന് എനിക്കറിയില്ല. അതുപോലെ ഇയ്യോബിനോട് ചോദിക്ക്, എന്താ നിനക്ക് ഈ പ്രശ്നം? അവൻ പറയും, യഹോവ തന്നു. ഞാനാണെ പറഞ്ഞ യഹോവ തന്നു, പിശാചെടുത്തു. അല്ലേ? സത്യം അതല്ലേ? ആരാ എടുത്തത് വന്ന്? പിശാച അല്ലേ? നമുക്കെല്ലാറ്റിനും ഒരു റീസൈക്കിൾ ബിന്നുണ്ട്. എന്ത് വന്നാലും പിടിച്ചുകൊണ്ടിടാൻ ഒരു പിശാച്. കാണുന്ന വിവരക്കേട് മുഴുവൻ കാണിച്ച് കയ്യിലിരിപ്പ് കൊണ്ടുണ്ടാക്കി വെച്ചാലും കുറ്റമാർക്കാം. ഞാൻ പിശാചിൻ്റെ ആളൊന്നുമല്ല, അവനോട് വാദിക്കാനും വന്നതല്ല. പക്ഷേ ഈ വിവരക്കേടൊന്ന് തിരുത്തുന്നത് നല്ലതാണ്. പ്രാർത്ഥിക്കാനിരുന്നാലും വീട്ടിലിരുന്നാലും അരി അധികം വെന്ത് പോയാലും പിശാചിന് കുറ്റം പറഞ്ഞ് പരിപാടി നിർത്തിയിട്ട് യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയുന്നതാണ് വിവേകം. കാണുന്നതിന് പുതിയ നിയമസഭയുടെ ലേഖനങ്ങളിലൊന്നും എന്താ പിശാചിനെ ശാസിക്കാത്ത? വട്ട വിട്ടും നീള വിട്ടും പറഞ്ഞ് വട്ടം കറക്കുന്ന ഈ പരിപാടി എന്തുകൊണ്ടാ ഇല്ലാത്തത്? ഇത് വിറ്റ് കാശാക്കുന്ന ചിലരുടെ പ്രൊഡക്റ്റാ അത്. ദൈവമക്കൾ വചനപ്രകാരം കാര്യങ്ങളെ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ കഷ്ടതയെ റോ മെറ്റീരിയലാക്കി എടുത്ത് അതിൽ നിന്ന് പണമുണ്ടാക്കുന്ന ഒരുപാട് മിടുക്കന്മാർ ഇന്നത്തെ സഭകളിൽ കയറി ഇറങ്ങുന്നുണ്ട്. ലാടഗുരുക്കന്മാരെ പോലെ സകലത്തിനും വൈദ്യം കൽപ്പിക്കുന്ന, സകലത്തിനും പരിഹാരം പ്രഖ്യാപിക്കുന്ന ഇക്കൂട്ടരാണ് ദൈവസഭയെ കലക്കുന്നത്. വചനം അറിയുന്നവരുടെ മുമ്പിൽ കളിക്കില്ലെങ്കിലും അല്ലാത്തവരെ ഇട്ട് വട്ടം കറക്കാൻ ഇവർക്ക് ഇഷ്ടമാണ്. ഇവിടെയും പോരാട്ടം, അവിടെയും പോരാട്ടം. അതിനിടയിൽ ഇവർ നിന്ന് പോരാടുന്നത് തിരിച്ചറിയുന്നുമില്ല. അതുകൊണ്ട് ആത്മീകരുടെ വിഷയങ്ങളിൽ വചനപ്രകാരമുള്ളൊരു വീക്ഷണം നമുക്കില്ലെങ്കിൽ നാം കാര്യങ്ങളിൽ അസ്ഥാനത്ത് ചെന്നപ്പെടും. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, പഴയ നിയമ കാലഘട്ടം എന്ന് മാത്രമല്ല, എക്കാലത്തും കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് കണ്ണല്ലാത്തതെല്ലാം പൊന്നാക്കി തരാമെന്ന് പറയുന്ന ഒരു പുതിയ പ്രോസ്പെറിറ്റി ഒന്നുമല്ല വചനത്തിൻ്റെ ആലോചന. കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങിത്തിരിച്ചാൽ പ്രാർത്ഥിച്ച് വലിയ വലിയ സമ്പത്ത് നേടിയെടുക്കാമെന്ന് പറയുന്ന ഒരവസ്ഥയാണ് ആത്മീകതയെങ്കിൽ കർത്താവ് ലാസറിനോട് ക്ഷമ ചോദിക്കേണ്ടി വരും, അല്ലേ? ആ മനുഷ്യൻ ദൈവത്തെ സേവിച്ചിട്ട് എന്താ കിട്ടിയ? നക്കാനൊരു നായ, വ്രണം പിടിച്ചൊരു ശരീരമോ, കിടക്കാനുള്ള പുറമ്പോക്ക്, എന്താ മനുഷ്യനുണ്ടായിരുന്നത്? ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങിത്തിരിച്ചിട്ട് ആ മനുഷ്യനിൽ ഉണ്ടായിരുന്ന ഒന്നുണ്ട്, പുറം ലോകത്തിന് കാണാൻ കഴിയാത്ത അകത്തെ നിത്യജീവൻ. ദൂതന്മാർ എതിരേറ്റു കൊണ്ടുപോകുമാറ് അവൻ്റെ ഉള്ളിൽ മുറുകെ അവൻ പിടിച്ചിരുന്ന നിത്യജീവന് ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. മറ്റൊന്നിനും ഉലകത്തിൽ ഗ്യാരണ്ടി കിട്ടിയില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ സേവിച്ച എത്രയോ ഭക്തന്മാർ, യിരെമ്യാവൊക്കെ ഉപദ്രവിക്കപ്പെട്ട അവസാനം ഒരു പുസ്തകം തന്നെ എഴുതി, കരച്ചിലെന്ന്, അല്ലേ? വിലാപങ്ങൾ. എന്തുമാത്രം സഹിച്ചു, ആമത്തിലിട്ടു, പട്ടിണിക്കിട്ടു, ഉപദ്രവിച്ചു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. എന്നിട്ടും അവർ കർത്താവ് തള്ളിക്കളഞ്ഞതാണെന്നല്ല പറഞ്ഞത്, കർത്താവ് അവരെ നടത്തുന്ന വിധങ്ങൾ അവർക്ക് മനസ്സിലായത്. പ്രൈസ് ദി ലോർഡ്.
ഹബക്കൂക്ക് ചോദ്യം ചോദിച്ചു, എന്ത് മറുപടി കിട്ടിയെന്ന് എനിക്ക് വ്യക്തമല്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പുസ്തകം അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഗോശാലയിൽ ഒരു കന്നുകാലിയോ, അത്തിവൃക്ഷത്തിൽ ഒരു കായോ, മുന്തിരിവള്ളിയിൽ ഒരു അനുഭവമോ, ഒലിവിന്റെ ഒരൊറ്റ കായോ ഒന്നും പറിക്കാൻ എനിക്ക് കിട്ടിയില്ലെങ്കിലും ഞാൻ യഹോവയിൽ സന്തോഷിക്കും. ചില കാര്യങ്ങൾക്ക് മറുപടി കിട്ടിയില്ലെങ്കിലും നമുക്കൊരു ശക്തീകരണം ദൈവം തന്നാൽ മതി, കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങും. പ്രൈസ് ദി ലോർഡ്. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ആ മണ്ഡലത്തിൽ നിന്നിങ്ങനെ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ആ വിഷയം നമുക്ക് മുന്നോട്ട് നീക്കേണ്ടതായി വരും. ഒരു കാര്യം ഓർക്കുക, യഥാർത്ഥ ശത്രുവിനെ ഒരു ദൈവ പൈതലിന് തിരിച്ചറിയാൻ കഴിയാതെ പോയാൽ നാം അവ്യക്തതയുടെ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ വിഡ്ഢിത്തരം കാട്ടിക്കൂട്ടും. ഗൾഫ് യുദ്ധത്തിൽ സദാമൊക്കെ ഒരുപാട് ഡെമ്മി ഉണ്ടാക്കി വെച്ചത് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. സഖ്യകക്ഷികളൊക്കെ വലിയ വിലയേറിയ ആയുധങ്ങൾ ഒരുപാട് മെനക്കെട്ട് ഒരുപാട് ചെലവഴിച്ച് കൊണ്ടുവന്നത് എവിടെ കൊണ്ട് ചെലവഴിച്ചു? ഈ തെർമോകോളിൻ്റെ മണ്ടയ്ക്ക് കൊണ്ടിട്ടു. കാരണം എന്താ? യാഥാർത്ഥ്യമല്ലാത്തതിലേക്ക് ആ വിഷയത്തിൽ സഖ്യകക്ഷികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശത്രുവിന് കഴിഞ്ഞു, അല്ലേ? പ്രാർത്ഥിക്കാനിരുന്നാലും പിശാചിനെ ശാസിക്കുക, സകലയിടത്തും പോയി ശാസിക്കുക. ഈ പരിപാടിയും കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? യഥാർത്ഥ ശത്രുവിനെ ബൈബിൾ പറയുന്നത് നിങ്ങൾ പിശാചിനോട് പോയി പോരാടണമെന്നാണ്. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, അല്ലേ? എന്താ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്? റെസിസ്റ്റ് ദ ഡെവിൾ, അല്ലേ? ഈ വാച്ചിൻ്റെ ഒക്കെ പുറകെ കാണാമല്ലോ, വാട്ടർ റെസിസ്റ്റൻ്റ്, അല്ലേ? വാട്ടർ റെസിസ്റ്റ് ചെയ്യുന്ന സാധനം. അതിൻ്റെ അർത്ഥം എന്താ? വാച്ച് വെള്ളത്തെ കണ്ട് അങ്ങോട്ട് ചെന്ന് ആക്രമിക്കുമെന്നാണോ? വെള്ളത്തെ കണ്ടാൽ വാച്ച് അങ്ങോട്ട് ചെന്നിട്ട് ഒരു പ്രഖ്യാപന ഒരു ബഹളം ഉണ്ടാക്കുമെന്നാണോ? അല്ല, ഇങ്ങോട്ട് കയറാതെ സൂക്ഷിക്കും അതിൻ്റെ അർത്ഥം. ഇങ്ങോട്ട് ഇടം കൊടുക്കാതെ ഉള്ള ഒരു ജീവിതം നടത്തണം. പിശാചിനോട് എതിർത്ത് നിൽക്കാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്കും അവരുമായിട്ട് കാര്യമൊന്നുമില്ലെന്ന് മനസ്സിലാക്കുക. അവൻ്റെ ആളല്ല നാം. എൻ്റെ പണിക്കാരനെ നാട്ടുകാരന് തല്ലാൻ കൊടുക്കുകയില്ലെങ്കിൽ എൻ്റെ കർത്താവ് സ്വന്തം മക്കളെ പിശാചിന് കളിക്കാനും കൊടുക്കില്ല. അഥവാ കൊടുക്കുന്നെങ്കിൽ അതിന്മേൽ അവനൊരു ഉദ്ദേശമുണ്ട്, അത് നിവർത്തിച്ചേ അത് തീരൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പേടിക്കുന്നെങ്കിൽ ദൈവത്തെ പേടിച്ചാൽ മതി. ആനപ്പുറത്തിരിക്കുന്നവൻ പട്ടിയെ പേടിക്കേണ്ട കാര്യമില്ല. ആത്മീകനാണെങ്കിൽ ദൈവത്തെ ഭയപ്പെടുന്ന അടിത്തറ നമുക്കുണ്ടായിരിക്കണം. ക്രിസ്തുവേശുവിൽ ജീവിക്കുന്ന നമുക്കുള്ളൊരു ധൈര്യമുണ്ട്, അവൻ നമ്മുടെ ഉടയവനാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് കർത്താവിൽ ശരണപ്പെടുന്ന ഒരു ദൈവപൈതലിന് മറ്റു പലതിനെയും ഭയപ്പെടേണ്ടുന്നതല്ല, ആവശ്യവുമില്ല. പലപ്പോഴും ഇതിനെക്കുറിച്ച് അത്യുന്നതനോട് ഇവനെ സമനാക്കിയതാരാ? പല ബന്ധുക്കോസ് വരുക, അനങ്ങിയ തിന്നുകളയും, ഉറക്കെ പ്രാർത്ഥിച്ച് അവൻ കേൾക്കും, തീരുമാനം എടുത്താൽ അവൻ തട്ടിക്കളയും. ഇപ്പം ദൈവത്തിന് വലിയ റോളൊന്നുമില്ല. ഇപ്പം മാനവും മഹത്വം മത്തായിക്ക് തിരുമേനിക്ക് ആമേന്ന്, അല്ലേ? ഈ പരിപാടികൾ നിർത്തണം. ശത്രുവോ സാത്താന്യ ലോകമോ മുഴുവനും നമ്മുടെ വിഷയങ്ങൾ അറിയുന്നതല്ല നമ്മുടെ വിഷയം. ദൈവം നമ്മെ അറിയുന്നുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് മറ്റു ലോകങ്ങൾ മുഴുവൻ നമ്മെ കാണട്ടെ, അറിയട്ടെ, സകലതും ഉണ്ടാകട്ടെ, അവർ പദ്ധതിയും ഉണ്ടാക്കട്ടെ. പക്ഷേ നമുക്ക് ഭയപ്പെടാനില്ല. കാരണം ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? പ്രൈസ് ദി ലോർഡ്. കാണുന്നതിനൊക്കെ ഈ വിധത്തിൽ പിശാചിനെ കുറിച്ച് വല്ലാതെ ഉയർത്തി പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ പോഷിക്കുന്നതുകൊണ്ടാണ്. മനസ്സിലായോ? ആരാണോ വിളിച്ചത് അവൻ്റെ ഗുണങ്ങൾ എന്തു ചെയ്യും? പോഷിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ മനസ്സിലാകാം, ഉണ്ണിയെ കാണുമ്പോഴേ അറിയാം ഊരിലെ പഞ്ഞം. ഇവൻ ആരാ വിളിച്ച് കൊണ്ടുവന്നതെന്ന് ഇവൻ്റെ വാക്കുകൾ കൊണ്ട് തന്നെ മനസ്സിലാകും. ഓക്കെ. അപ്പോൾ ഒരു ദൈവ പൈതലിന് ഭൂമിയിലെ സമ്പത്ത് ഒരു വലിയ അനുഗ്രഹമല്ല. നമ്മുടെ റേഷൻ കാർഡിലാകെ ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെപ്പിൻ എന്നതിനപ്പുറം ചിലപ്പോൾ എഴുതിയില്ലെന്ന് വരാം. സമ്പന്നനായിരിക്കുന്നത് പാപമൊന്നുമല്ല. അബ്രഹാം ബഹുസമ്പന്നനായിരുന്നിട്ടും വിശ്വാസികൾക്ക് പിതാവായി ജീവിച്ചിട്ടുണ്ട്. പക്ഷേ സമ്പന്നത ആത്മീകതയുടെ അടയാളമല്ല. ദൈവം തരുന്ന ഭൗതികത ആത്മീകതയുടെ ക്രൈറ്റീരിയ നോക്കിയിട്ടല്ല. ദൈവം വ്യത്യസ്തമായ അളവിൽ വിശ്വസ്തതയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഭൗതിക നന്മകളെ നാം അതിൻ്റെ ആത്മീകതയുടെ അളവുകോലാക്കി വെക്കരുത്. അത് നാം ഓർത്തിരിക്കുക. നമ്മുടെ കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങിത്തിരിച്ച ഭക്തന്മാർക്ക് പലർക്കും ഈ പറയുന്ന ഭൗതികതയൊന്നും പ്രാർത്ഥിച്ച് വിടുതലെടുത്തിട്ടില്ല. സ്തേഫാനോസിനായിരുന്നാലും
പൗലോസിനായിരുന്നാലും അപ്പോസ്തോലന്മാരായിരുന്നാലും കുറച്ചുകൂടെ കടത്തി പറഞ്ഞാൽ യേശു ക്രിസ്തു ആയിരുന്നാലും ഈ ഇഹത്തിലെ സുഖങ്ങളെല്ലാം അതേപടി ആത്മീയതയുടെ അളവുകോലിൽ സ്വീകരിച്ച് മട്ടുപ്പാവിൽ കഴിഞ്ഞവരല്ല, കഷ്ടതയുടെ നടുവിലൂടെ കടന്നുപോയവരാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടുത്തെ ചൂഷിത വർഗത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് ചൂഷകരെ താഴ്ത്തിയിട്ട് സമത്വസുന്ദരമായ കമ്മ്യൂണിസത്തിലൂടെ ഉട്ടോപ്യ സ്ഥാപിച്ചു തരാമെന്ന് പറഞ്ഞ മാക്സിന്റെ പിന്നാലെ പോയതിനേക്കാൾ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിനെന്ന് പറഞ്ഞ എൻ്റെ നാഥന്റെ പിന്നാലെ ജനം ഇറങ്ങിത്തിരിച്ചത് ഇവിടുത്തെ സുഖങ്ങൾ സ്വീകരിച്ച് ഇവിടെ മായാപ്രപഞ്ചത്തിൽ ജീവിക്കാനല്ല, അവന്റെ പദ്ധതിയിൽ ഒരുക്കപ്പെടേണ്ടതിനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ കർത്താവിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്, നമുക്കായി ദൈവം ഒരുക്കി വെച്ചൊരു പദ്ധതിയുണ്ട്, അതിനകത്താണ് നാം ഉള്ളത്. അല്ലാതെ നാം അബദ്ധത്തിൽ വന്നുപെട്ടവരോ ഇവയെല്ലാം സ്വീകരിക്കാൻ ക്രിസ്തുവിനെ ഉപയോഗിക്കുന്നവരോ അല്ല. അതുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ വരുമ്പോൾ അതിൻ്റെ ദൈവിക ലക്ഷ്യങ്ങളെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ കഷ്ടങ്ങൾക്കൊക്കെ നമ്മൾ പിശാചിനെ കുറ്റം പറയാതെ ദൈവത്തെ കാണുവാൻ തയ്യാറാകണം. ഇല്ലേ? നമ്മൾ പാടും, എൻ്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാകയാൽ. കഷ്ടം വരുമ്പോഴോ പിശാചിനെ ശാസിക്കാനും തുടങ്ങും. ഇല്ലേ? കഷ്ടതയുടെ കയ്പ് നീരിൻ പാത്രവും അങ്ങ് എൻ കരങ്ങളിൽ കുടിപ്പാൻ തന്നാൽ പാനം ചെയ്യാതെ വാങ്ങി നടക്കുന്ന കാര്യം അതല്ലേ? പാനം ചെയ്യാതെ വാങ്ങി ചോദ്യം ചെയ്യലാണ് നടക്കുന്നത്. നോക്കൂ, പലപ്പോഴും ആത്മീകർ ഓർത്തിരിക്കുക, കർത്താവ് തരുന്നു എന്ന് നാം പറയുകയും മറ്റൊന്നിനെ പഴിചാരുകയും ചെയ്യുന്നത് നമുക്ക് ഭൂഷണമല്ല. ദൈവമാണ് തരുന്നതെങ്കിൽ അന്ധമായി ഒന്നും ചെയ്യുന്നില്ല. ദൈവം തെറ്റ് ചെയ്യുന്നവനല്ല, അവൻ അബദ്ധം പറ്റുന്ന ദൈവമല്ല. അതുകൊണ്ട് നിശ്ചയമായും അതിന്മേൽ പദ്ധതിയുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യഗണത്തെ ഒക്കെ നാം നോക്കിയാൽ അവർ കണ്ണുനീരിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടുന്ന ഒരുപാട് സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. യേശുവിൻ്റെ ശരീരത്തിലെ വേദനയ്ക്ക് ലിമിറ്റഡ് ഡേയ്സേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലേ? ചുരുങ്ങിയ. എന്നാൽ പൗലോസിൻ്റെ ശരീരത്തിൻ്റെ വേദനയ്ക്കോ പലവട്ടം പട്ടിണി കിടന്ന ഒരുപാട് അടി കൊണ്ടാണ്. ഒന്ന് കുറയെ 40 അടി, അല്ലേ? ഒരു റോമൻ പൗരനെ 40 അടിക്കാൻ പാടില്ല, അതുകൊണ്ട് 39 നിർത്തിയിട്ട് അടുത്ത കുറ്റം വായിച്ച് വീണ്ടും 39 അടിക്കുന്ന ആ വിധത്തിൽ ഒന്ന് കുറയെ 40 അടി 5 വട്ടമോ പലവട്ടമോ ഒക്കെ കൊണ്ട് കാട്ടിലും കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരുടെ ആപത്ത്, മരിച്ചെന്ന് തോന്നി വഴിയിൽ ഇട്ടിട്ട് പോയ സാഹചര്യം, ഇവയെല്ലാം നാം നോക്കിയാൽ ആ മനുഷ്യൻ ശരീരത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. യേശുവിനേക്കാൾ വലിയ പുള്ളിയാണ് പൗലോസ് എന്ന് പറഞ്ഞേക്കരുത്, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ശരീരത്തിലെ വേദനയുടെ കണക്ക് കൂട്ടിയതാണ് കർത്താവ് സഹിച്ചത് ഒക്കെയും നാം നോക്കിയാൽ മനുഷ്യരാരും അക്കാര്യത്തിൽ തുല്യരാകണമെന്നില്ല. എന്നാൽ കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങിത്തിരിച്ച സന്നിധി സംഘത്തിലെ അംഗമായ ഈ പൗലോസിന് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായിരുന്നത്? വേറൊരാളെ പറഞ്ഞു വിട്ടിട്ട് ഒരു കമ്പിളിപ്പതപ്പും ആ ചർമ്മലിഖിതമൊക്കെ കൊണ്ടുവരണം, തണുപ്പ് വരുന്നു എന്നൊക്കെ പറഞ്ഞ് ജയിലിൽ കിടന്നോ അല്ലെങ്കിൽ അതുപോലുള്ള സാഹചര്യങ്ങളിലോ ഞെരുങ്ങുന്ന ആ മനുഷ്യൻ എന്താ നേടിയത്? ഒരു കാര്യം അദ്ദേഹത്തിന് അറിയാം, എൻ്റെ ബാലൻസ് ഷീറ്റ് എഴുതിയാൽ, ഞാനതിന് ഒരു റിട്ടേൺസ് കൊടുത്താൽ എന്തുണ്ടായിരിക്കുന്നു? നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി ബാലൻസ് ഷീറ്റിൽ എനിക്ക് എന്തുണ്ട്? നീതിയുടെ കിരീടം എനിക്കുണ്ട്, അത് ഞാൻ നേടി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ബാക്കി ഒന്നും തനിക്ക് അവകാശമായി പറയാനില്ലെങ്കിലും ഇവ തൻ്റെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി പറയാനുണ്ടായിരുന്നു. പൗലോസിൻ്റെ പുതിയ നിയമ കാലഘട്ടത്തിൻ്റെ വെളിപ്പാടുകളെ നാം ഒന്ന് വായിച്ചാൽ ഒരു ദൈവ പൈതലിൻ്റെ കഷ്ടതയ്ക്ക് പുതിയ നിയമം തരുന്ന വ്യാഖ്യാനങ്ങൾ നമുക്ക് വ്യക്തമാകും എന്നത് പുതിയ നിയമലേഖനങ്ങളിലേക്ക് നോക്കിയാൽ അറിയാം. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വ്യക്തത അതിനകത്തുണ്ട്. അത് നമുക്കൊന്ന് ചിന്തിപ്പാൻ നമ്മുടെ മുമ്പിലെ സമയം കൊണ്ട് കഴിയുമെങ്കിൽ വേഗത്തിൽ അത് നിർത്തുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഒരു കാര്യം ഓർക്കുക, നമ്മുടെ കർത്താവ് അറിയാതെ തലയിലെ ഒരു മുടി താഴെ വീഴുകയില്ല. ദൈവത്തിൻ്റെ കരുതലിനെ നാം ഓർത്താൽ നമ്മുടെ ടെൻഷനുകൾ അകലത്തേക്ക് മാറ്റിവെക്കാൻ നമുക്ക് കഴിയും. ദൈവത്തിന് സർവശക്തി ഉണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ദൈവം എൻ്റെ കാര്യത്തിൽ, ഈ വിഷയത്തിൽ ഇടപെടാൻ തക്കവണ്ണം ഞാനും ദൈവമുള്ള ബന്ധം അത്രയ്ക്ക് ഉറപ്പാണ് എന്ന് പറയാത്തത് കൊണ്ടല്ലേ ഈ ടെൻഷൻ എടുക്കുന്നത്. കാരണം എന്താ? ഈ ദൈവം എനിക്ക് വേണ്ടി ഇപ്പോൾ ഇടപെടുന്നു, എനിക്കും ഞാനും കർത്താവും തമ്മിലുള്ള ബന്ധം അത്ര കർത്താവിന് കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഭൂലോകം തിരിച്ചു വെക്കാൻ അവൻ്റെ ഒരു വാക്കിന് കഴിയും നമുക്കറിയാം. പക്ഷേ
സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ തൻ്റെ ഇടമായി പറയണം, ദൈവമേ നീ എൻ്റെ ദൈവമെന്ന്. ആ വിധത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കുറെ കൂടെ ധൈര്യമുണ്ടാകും, ടെൻഷൻ എടുത്ത് ജീവിക്കേണ്ടി വരികയില്ല. കർത്താവ് പറഞ്ഞു, ഭൂലോകത്തിലെ സകല റിസോഴ്സ് ഉപയോഗിക്കാൻ കഴിവുള്ള, ഇത്രയും ജ്ഞാനമുള്ള, വളരെയധികം എല്ലാ പദവികളുമുള്ള ശലോമോൻ അവൻ അണിഞ്ഞൊരുങ്ങി അവിടെ നിന്ന് ഇറങ്ങി വരട്ടെ. അവൻ അവിടെ നിന്ന് റിസോഴ്സ് മുഴുവൻ ഉപയോഗിച്ച് താഴോട്ട് ഇറങ്ങി വരട്ടെ. ഞാൻ ഈ വൃത്തികെട്ട ചെളിക്കകത്ത് നിന്ന് ഒരു താമരയെ പൊക്കിക്കൊണ്ടുവരാം. ഇത്രയൊക്കാൻ അവനെ കൊണ്ട് പറ്റുകയെന്ന് പറഞ്ഞു. ഇത്രയും നന്നാവാൻ അവനെ കൊണ്ട് പറ്റില്ല. കാരണം ഞാൻ കരുതുന്ന അത്രയും മനുഷ്യൻ്റെ മുഴുവൻ റിസോഴ്സ് നോക്കിയാലും നടക്കില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരുവൻ നമുക്ക് നാഥനായിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിന് ടെൻഷൻ എടുക്കണം? ധൈര്യമായിട്ട് വരണം. ലോകത്തിലെ സ്വന്തം തടിയിൽ ആശ്രയിക്കുന്ന ജഡീകൻ പുറത്തു നിന്ന് വരുന്നത് വരട്ടെ, ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറയാൻ അവന് തൻ്റെ ഇടമുണ്ടെങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ മക്കൾക്ക് പറഞ്ഞുകൂടെ, വരുന്നത് വരട്ടെ, എൻ്റെ ദൈവം കരുതിക്കൊള്ളുമെന്ന്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിനെ കുറിച്ച് നമുക്ക് അത്രയും ഒക്കെ ഒരു ധൈര്യം വേണ്ടേ? ഇല്ലെങ്കിൽ ഇതൊക്കെ വെറും പാഴ്വാക്കായി ഭവിക്കില്ലേ? പുതിയ നിയമ കാലഘട്ടത്തിൽ ഒരുപാട് പേർ കഷ്ടത അനുഭവിച്ചു. പുതിയ നിയമം കഷ്ടതയെക്കുറിച്ച് തന്നെ പറയുന്നുമുണ്ട്. നമ്മുടെ ഇടയിലും കഷ്ടത ഒരു വല്ലാത്ത സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പാട്ട് നോക്കിയാലും മുഴുവൻ കഷ്ടത, പ്രാർത്ഥന നോക്കിയാലും കഷ്ടത, സാക്ഷ്യം നോക്കിയാലും. പണ്ടേതൊരു പുതിയ ആൾ സഭായോഗത്തിന് കയറി വന്നപ്പോൾ ഒരരികിൽ നിന്ന് ഈ കഷ്ടത പറഞ്ഞിരുന്നു വന്നപ്പോൾ അയാൾ പറഞ്ഞു, ഇതിലും ഭേദം എൻ്റെ നാട് തന്നെയാണ്, എന്നേക്കാൾ എന്നെ കെട്ടാൻ വന്നവൻ, അതുകൊണ്ട് സ്ഥലം വിട്ടേക്കാം എന്നാ മനുഷ്യൻ പറഞ്ഞെന്ന് കേട്ടിട്ടുണ്ട്. ഈ കഷ്ടത കൊണ്ടൊരു കൂടുണ്ടാക്കി അതിനകത്തും കഴിയുക. അതിലെന്തോ അതിനൊക്കെ കഷ്ടത വല്ലതും ഉണ്ടെങ്കിൽ വേണ്ടില്ല, അതുമില്ല. പറയുന്ന കഷ്ടത മൊത്തം വിലയിരുത്തിയാൽ വളരെ നിസാരമായ എന്തോ കാര്യങ്ങൾ, ലോകജാതികൾ പോലും അതിൻ്റെ പാത്തിലൊന്നു പോലും അല്ലാത്ത ചെറിയ വിഷയങ്ങൾ എടുത്തിട്ടാണ് ഈ പർവ്വതീകരിച്ച് നമ്മളതിനെ വലുതാക്കി കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഈ പ്രശ്നത്തിലായിരുന്നു, പ്രതികൂലത്തിലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത്രയ്ക്കൊന്നും ഇല്ലെന്നുള്ളതാ സത്യം. ഇത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖമില്ലേ, അതിൽ സുഖിക്കുന്ന ചില ബന്ധുക്കോസുകാർ അല്ലേ. തമിഴ്നാട്ടിൽ ഞാൻ വർക്കിന് പോയപ്പോൾ അവിടെ വിസിറ്റിംഗ് ഇരുന്ന സമയത്ത് അവിടുത്തെ ഒരു അച്ചാൻ എന്നോട് പറഞ്ഞു, അമ്മച്ചിയുടെ അടുത്ത് വിസിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ചെല്ലുമ്പോഴേ അമ്മച്ചി സുഖമായിരിക്കുന്നൊന്നും പറഞ്ഞേക്കരുത്. അയ്യോ ക്ഷീണമാണല്ലേ, വല്ലാത്ത കഷ്ടമാണല്ലേ എന്നിങ്ങനെ കുറേ അങ്ങ് പൊക്കിയൊക്കെ അമ്മച്ചിക്ക് ഇഷ്ടമാകുമെന്ന് പറഞ്ഞു. അങ്ങനത്തെ കുറേ അമ്മച്ചി അച്ചായന്മാരൊക്കെ ഉണ്ട്. അവരുടെ ഈ കൂടിനകത്തിരുന്ന് ഒരു സുഖമായ ദയനീയതയിൽ അവരെന്തൊക്കെയോ ആണെന്ന് അങ്ങ് വരുത്തി കൂട്ടുകയാണ്. നോക്കൂ, ദൈവം നമ്മെ വിളിച്ചത് ദയനീയതയുടെ ചിത്രത്തിനകത്ത് ഒതുങ്ങിക്കൂടാനല്ല, സന്തോഷിക്കുവാൻ, കർത്താവിൽ സന്തോഷിക്കുവാൻ, എല്ലാറ്റിലും സന്തോഷിപ്പാൻ ദൈവം നമ്മെ വിളിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് ആ വക വിഷയങ്ങളിലും വേണം ഒരു വീക്ഷണം നന്നായിട്ട്. പൗലോസ് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടു. അവസാനം ആ മനുഷ്യൻ ജയിലിൽ വരെ പലവട്ടം കിടന്നു. റോമൻ കൈസറുടെ ജയിലിൽ, റോമൻ ജയിലിൽ കിടന്നുകൊണ്ട് താൻ അവിടുന്ന് സഭയ്ക്ക് കത്തെഴുതി. ഞാനാണ് എഴുതിയനെ, കണ്ടിന്യൂസ് ഉപവാസം പ്രഖ്യാപിക്കണം, വിടുതൽ വരുന്നത് വരെ വിടരുതെന്നൊക്കെ പറഞ്ഞേനെ. പക്ഷേ അതിനകത്ത് അതൊന്നും കണ്ടില്ല അല്ലേ. ജയിലിൽ നിന്ന് എഴുതിയ ലേഖനങ്ങൾ ഏതൊക്കെയാ? ഫിലിപ്പിയ ലേഖനം, കൊലോസ്യ ലേഖനം, എഫേസ്യ ലേഖനം, ഫിലേമോന്റെ ലേഖനം അല്ലേ. ഇവയ്ക്കകത്ത് എവിടെയെങ്കിലും തൻ്റെ ജയിൽവാസത്തെ കുറിച്ചുള്ള ദയനീയ ചിത്രം താൻ എവിടെയെങ്കിലും വരച്ചു കാട്ടിയിട്ടുണ്ടോ? ഇല്ല. ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാനും ഉപവസിക്കാനുമുള്ള സഭയുള്ള ആഹ്വാനം ഉണ്ടായിരുന്നോ? ഇല്ല. ഈ വക വിഷയങ്ങൾ കൊണ്ട് ഒരു വല്ലാത്ത ദയനീയ, ഒരു വല്ലാത്ത കണ്ണുനീരിൻ്റെ അവസ്ഥ അവിടെ സഭയുടെ മുമ്പിലേക്ക് താൻ പ്രസന്റ് ചെയ്തോ? ഫിലിപ്പിയ ലേഖനം പറയുന്നത് സന്തോഷിപ്പീൻ, കർത്താവിൽ സന്തോഷിപ്പീൻ, ഇത് തന്നെ ഞാൻ നിങ്ങളോട് പിന്നെയും പറയുന്നതിൽ എനിക്ക് മടുപ്പില്ല എന്നൊക്കെ പറയുന്ന ആ ലേഖനം വായിച്ചാൽ ആ മനുഷ്യൻ സഭാഹോളിനകത്തിരിക്കാൻ തോന്നും. അതുപോലെ ആ ലേഖനങ്ങളിൽ എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ട് അത് സംഭവിച്ചു? തൻ്റെ ജീവിതത്തിൽ ഭവിച്ചതിനെ കുറിച്ച് തനിക്ക് വ്യക്തമായ വീക്ഷണമുണ്ടായിരുന്നു. ഹല്ലേലൂയ. കർത്താവ് തന്നെ ജയിലിൽ അടച്ചതിനെ കുറിച്ച് തനിക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്നതിന് തനിക്ക് വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നു. ഫിലിപ്പിയർ 1:12 മുതൽ വേഗത്തിൽ നിന്ന് വായിക്കാം. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. എന്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു എന്ന് അകപ്പടി പട്ടാളത്തിൽ ഒക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വരികയും
സഹോദരന്മാർ മിക്കവരും എന്റെ ബന്ധനങ്ങളാൽ കർത്താവിൽ ധൈര്യം കൊണ്ട് ദൈവത്തിന്റെ വചനം ഭയപ്പെടാതെ പ്രസ്താവിപ്പാൻ അധികം തുനിയുകയും ചെയ്തിരിക്കുന്നു. ശുശ്രൂഷയിൽ ശ്രേഷ്ഠനായി നിന്ന് എന്നെ ആ ശുശ്രൂഷയുടെ നടുവിൽ പിശാച് ബന്ധിച്ച് അകത്തിട്ട നല്ല പൗലോസിന്റെ ഭാഷ്യം. പിന്നെ എന്താ? എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി എന്ന് അകമ്പടി പട്ടാളത്തിലൊക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വന്നു എന്ന് പറഞ്ഞാൽ, എനിക്കിപ്പോൾ പറ്റിയ ഈ ജയില് പിശാചെന്നെ കെട്ടിയിട്ടതല്ല, പിന്നെ എന്താണ്? സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ദൈവം എന്നെ പിടിച്ച് ജയിലിലിട്ടതാണ്. അല്ലേ? നിങ്ങൾ നോക്കുക, റോമൻ കാരാഗൃഹത്തിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും കാരാഗൃഹത്തിൽ അക്കാലത്ത് ഒരുവനെ ഇട്ടാൽ 4 പേരുള്ള ചേവകരെ ഏൽപ്പിക്കും. അവർ 6 മണിക്കൂർ കഴിയുമ്പോൾ മാറും, അടുത്ത 4 പേര് വരും. ഇങ്ങനെ ഒരു 4 ഷിഫ്റ്റ് അല്ലേ, മാറിക്കൊണ്ടേയിരിക്കും. ഈ 6 മണിക്കൂർ ഈ മനുഷ്യൻ അകത്തിരിക്കുക. ആര്? പൗലോസ്. സർക്കാർ ചെലവിൽ ഒരു സുവിശേഷീകരണം. എന്ത്? പുറത്ത് നിൽക്കുന്ന ഈ 4 പേരോട് എൻ്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു എന്ന് അകമ്പടി പട്ടാളത്തിലെ എല്ലാവരോടും പറഞ്ഞു, സകല മനുഷ്യനോടും പറഞ്ഞു. കേൾക്കുകയില്ലെന്ന് പറയാൻ അവരെ കൊണ്ട് പറ്റില്ല, പറയാതിരിക്കാൻ പൗലോസിനും പറ്റില്ല. സർക്കാർ ചെലവിൽ ഇപ്പോൾ എവിടെയാണ് സുവിശേഷീകരണം നടക്കുന്നത്? കൊരിന്ത് ടൗണിൽ നിന്ന് പ്രസംഗിച്ചാൽ, ഫിലിപ്പിയ ടൗണിൽ നിന്ന് പ്രസംഗിച്ചാൽ കേൾക്കാത്തടത്ത് ഇപ്പോൾ അകത്തിരുന്ന് പ്രസംഗിക്കാൻ ദൈവം ഒരു അവസരം കൊടുത്തു. അല്ലേ? കൈസറുടെ സേനയ്ക്കകത്ത് സുവിശേഷം അറിയിക്കുക എളുപ്പം. ഇന്ന് കൈസർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന വാലാട്ടുന്ന പട്ടിക്കുഞ്ഞിനെ. പക്ഷെ അന്നതല്ല. അന്ന് കൈസർ എന്നത് ഒരു ചക്രവർത്തിയാണ്. അവൻ്റെ മുമ്പിൽ ജനം വിറയ്ക്കും. അത്ര ശക്തനായ ആ രാജാവിൻ്റെ അകത്തളത്തിൻ്റെ സൈന്യത്തിനുള്ളിലേക്ക് സുവിശേഷത്തെ എത്തിക്കേണ്ടതിന് ദൈവം ഒരു മനുഷ്യനെ വിലങ്ങണിയിച്ച് അതിനകത്തേക്ക് കൊണ്ടുപോയി അകത്തിട്ട് പൂട്ടി. അവൻ പറയുകയാണ്, എൻ്റെ കഷ്ടങ്ങൾ സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്നെ ഇവിടെ എത്തിച്ചു. എന്തിനു വേണ്ടി? ഈ ജനത്തോട് സുവിശേഷം അറിയിക്കേണ്ടതിനു വേണ്ടി. ചിലപ്പോൾ അതിനേക്കാൾ ശക്തമായ ക്രൂസൈഡ് പുറത്ത് നടക്കില്ലായിരുന്നോ? നടക്കുമായിരിക്കാം. അതിനേക്കാൾ വ്യക്തമായ പട്ടണത്തിലെ ശുശ്രൂഷകൾ ഉണ്ടായിരുന്നില്ലേ? ആയിരിക്കാം. നോക്കൂ, അവയെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉണ്ടായിക്കൊള്ളട്ടെ. എന്നാൽ കഷ്ടപ്പാടോടെ അകത്തളത്തിൽ കിടക്കേണ്ടി വന്നാൽ അവിടെയും ദൈവത്തെ കാണുവാൻ ഒരു ഭക്തന് കഴിയണം. ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാൻ, അവൻ സകലത്തിലും ആരെ കാണും? പിശാചിനെ കാണുകയല്ല, ദൈവത്തെ കാണും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു നാഥനെ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അവിടെ സകല മനുഷ്യരോട് സുവിശേഷം അറിയിച്ചു. എനിക്കൊന്ന് റോമാലേഖനത്തിലാണെന്ന് പൗലോസ് എഴുതുന്നുണ്ട്, കൈസറുടെ അരമനയിലുള്ളവർ നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. കാരണം എന്താ? എല്ലായിടത്തും ഒരു കൂട്ടത്തെ ഉരുവാക്കുവാൻ ഈ ബന്ധനങ്ങൾ കാരണമായി തീർന്നു. അഴിച്ച് പോരാട്ടമെടുക്കാനല്ല അവിടെ ബന്ധനമുണ്ടായത്. അകത്തു നിന്ന് രക്ഷപ്പെടാനുള്ള കുറുക്കു വഴി അന്വേഷിക്കാനല്ല പൗലോസ് അകത്തളത്തിൽ കിടക്കുന്നത്. ദൈവത്തിൻ്റെ പദ്ധതി നിവർത്തിക്കേണ്ടതിന്. എൻ്റെ കർത്താവിൻ്റെ സുവിശേഷീകരണത്തിന് അഭിവൃദ്ധി ഉണ്ടാകുമെങ്കിൽ ദൈവമേ എന്നെയും കഷ്ടപ്പെടാൻ അനുവദിച്ചാലും ഞാൻ തയ്യാറെന്ന് പറയുന്ന പൗലോസിനെ പോലുള്ള ആത്മീകരുണ്ടെങ്കിൽ അവർ കഷ്ടതയിൽ പിറുപിറുക്കില്ല. അതിൻ്റെ പിന്നിലെ ദൈവത്തെ കാണും. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും ഒരു മനുഷ്യൻ്റെ പിറവിയിലേ കുരുടനായവൻ ഇങ്ങനെ തട്ടിത്തെറിച്ച് നടക്കുക, കാണുന്നിടത്തെല്ലാം വീണ് ഉരുണ്ടുമൊക്കെ, ആൾക്കാർ പൊട്ടക്കണ്ണെന്നൊക്കെ വിളിച്ച് ശിഷ്യന്മാർ നോക്കിയിട്ട് പറഞ്ഞു, ഇവൻ ആൾ ശരിയല്ല, ഇവൻ്റെ അപ്പനും അമ്മയൊന്നും ശരിയല്ല, അല്ലെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു പറഞ്ഞു. ഞാൻ ചോദിക്കുക, കർത്താവ് അവനെക്കുറിച്ച് നോക്കിയിട്ട് എന്താ പറഞ്ഞേ? കർത്താവ് പറഞ്ഞത്, അന്നാളിൽ കുരുടൻ്റെ കണ്ണ് തുറന്നു വരുമെന്നൊരു ലക്ഷണം കാണണമെങ്കിൽ എന്തു വേണം? ഇവനെ കുരുടനായിട്ട് ജനിക്കാൻ അനുവദിക്കണം. അതുകൊണ്ട് ഇവങ്കൽ ദൈവപ്രവൃത്തി വെളിവാകേണ്ടതിന് ഞാനാ ഇവനെ ഇത്രയും കാലവും പൊട്ടക്കണ്ണനായി ഇതിലെ തള്ളി നടത്തിയതെന്ന്. ഹല്ലേലൂയ. അവൻ അങ്ങനെ നടക്കട്ടെ എന്ന് വെച്ചത് ഞാനാ. എന്തിനു വേണ്ടി? ഞാൻ മശിഹയാണെന്ന്
ഇസ്രയേലിൻ്റെ നടുവിൽ വചനത്തിൻ്റെ അടയാളമായി, നിവർത്തീകരണമായി, അവർക്ക് ന്യായവിധിക്കോ അനുഗ്രഹത്തിനോ കാരണമാകുന്ന തെളിവായിട്ട് ഇവനിലൂടെ ദൈവപ്രവൃത്തി ഉളവാകേണ്ടതിന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് വേണ്ടി ഈ മനുഷ്യനെ ഇത്രയും കാലം ലജ്ജിതനായി, വേദനിക്കുന്നവനായി, വീഴുന്നവനായി, കണ്ണു കാണാത്തവനായി ആ നാട്ടിലൂടെ നടത്തിയത് ഞാനാ. എന്തിനു വേണ്ടി? എൻ്റെ മഹത്വത്തിനു വേണ്ടി. Praise the Lord. അപ്പോൾ ദൈവിക സുവിശേഷീകരണ വ്യാപ്തിക്ക് വേണ്ടി ഒരു ദൈവ പൈതലിന്റെ കഷ്ടതയെ ദൈവം ഉപയോഗിക്കുന്നു എങ്കിൽ നാം അതിനും തയ്യാറുള്ളവരാകണം. ഓക്കെ, അടുത്ത ഭാഗം അതിനകത്ത് കണ്ടിന്യൂറ്റി നാം വായിച്ചത്. അതിനകത്ത് എന്താ പറയുന്നത്? എൻ്റെ ബന്ധനങ്ങൾ സഹോദരന്മാരിൽ മിക്കപേരും ധൈര്യം പൂണ്ട് ദൈവത്തിൻ്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിപ്പാൻ മുന്നോട്ട് വന്നു. ഈ മുമ്പിൽ നിന്ന പൗലോസിനെ അങ്ങ് മാറ്റി വെച്ചപ്പോഴാണ് പുറകിൽ നിന്ന പലരെയും മുന്നേ കാണാൻ തുടങ്ങിയത്. ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നറിയാമോ? യേശുദാസ് പാടാനുണ്ട്, അതുകൊണ്ട് ഞാൻ പാടുകയെന്ന് പറഞ്ഞ് പുറകെ നിൽക്കുന്ന പറയണം. വലിയ പുള്ളികളുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇതിനകത്തൊന്നും റോളില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ചില പുള്ളികൾ. നോക്കൂ, ദൈവം അവനവന് ചില അളവുകളെ നൽകിയിട്ടുണ്ട്. അത് ചെറുതായിരിക്കാം. നിങ്ങൾക്കറിയാം, പ്രാപ്തി അനുസരിച്ചാണ് ദൈവം താലന്ത് കൊടുത്തത്. താലന്തുകളുടെ ഏക മാനദണ്ഡം എന്തായിരുന്നു? അവനവൻ്റെ പ്രാപ്തി. ദൈവം ജന്മനാ നൽകിയ പ്രാപ്തിയുടെ അളവിലാണ് എന്ത് ചെയ്തത്? താലന്തുകൾ കൊടുത്തത്. 5 or 10 എത്രയാണെന്ന്. എന്നാൽ അതിനകത്ത് ഏറ്റവും ശിക്ഷിക്കപ്പെട്ടവൻ ആരാ? 10 ഉള്ളവന് വേണേൽ പറയാം ഞാനൊരു 10ൻ്റെ ആളാണ്, അല്ലേ? 1 ഉള്ളവനാ നോക്കിയപ്പം ഈ ചെറുതും കൊണ്ട് എന്നെ കാണിക്കാനാണ്. അതുകൊണ്ട് ഇതവിടെ ഇരുന്നോട്ടെന്ന് വെച്ചു. അല്പമേ കഴിവ് ദൈവം തന്നിട്ടുള്ളൂ എങ്കിൽ സഭയിൽ അതിനൊരു ആക്ടിവിറ്റിയും കാണാതെ മുൻപന്തിയിലുള്ള ചിലരുടെ പ്രാപ്തിയുടെ മറവിൽ ഒളിഞ്ഞു നടന്ന് ഒരു സഭാ മെമ്പറായി കഷ്ടിച്ച് ജീവിക്കാമെന്ന് വെച്ചാൽ നിനക്ക് നാശം വരാൻ സാധ്യതയുണ്ട്. പറഞ്ഞ മനസ്സിലായോ? അവനവന് ദൈവം തന്നിരിക്കുന്ന ചെറിയ അളവായിരിക്കാം, അതൊരു ചെറിയ ശുശ്രൂഷയും ആകാം. അതിൽ നീ വിശ്വസ്തത പാലിക്കും. അത് ചെയ്യാൻ ദൈവം അവസരം തരുന്നുണ്ട്. അവിടുന്ന് ഒളിച്ചോടരുത്. ആ കാര്യത്തിൽ ശ്രേഷ്ഠന്മാർ വേറെ ഇല്ലേ? അവരുടെ മുമ്പിൽ ഞാൻ നാണം കെടുമല്ലോ എന്ന് ചോദിച്ചാൽ നിന്റെ പ്രസ്റ്റീജിനല്ല അത് തന്നത്, ദൈവത്തിൻ്റെ പ്രവൃത്തിക്കാണ് തന്നത്. നിന്നെ പുകഴ്ത്താൻ വേണ്ടിയല്ല അത് ഉപയോഗിക്കുന്നത്, ദൈവത്തിന് പ്രയോജനം ഉണ്ടാകേണ്ടതിനാണ് അത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് ദുഷ്ടനും മടിയനുമായൊരു ദാസനായിരിക്കാൻ ഒരിക്കലും താല്പര്യപ്പെടരുത്. നിനക്ക് അല്പമേ ദൈവം പ്രാപ്തിയും അവസരവും തന്നുള്ളൂ. അതിൽ വിശ്വസ്തയോടെ സന്തോഷത്തോടെ നിൽപ്പാൻ തയ്യാറാകണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. നയമാൻ്റെ വീട്ടിൽ നിൽക്കുന്ന പെങ്കൊച്ച് ഇല്ല, ആ പെങ്കൊച്ചിൻ്റെ സ്ഥാനത്ത് നമ്മളാണെങ്കിലോ ഇവൻ പുഴുത്തിയാകണം, ഇവനൊന്നും ഒരിടത്തും പോയി സൗഖ്യം, യെരുശലേമിൽ കിടന്ന് എന്നെ പിടിച്ച് ഇവൻ്റെ തുണി അലക്കാൻ ഇവിടെ കൊണ്ടുവന്ന്, അതും ആ അന്യനാട്ടിൽ ഈ വൃത്തികെട്ട മനുഷ്യൻ, ഇവനൊന്നും ഗതി പിടിക്കരുത് എന്ന് ശപിച്ചേനെ. പക്ഷേ അവളെന്താ ചെയ്തേ? അവൾ ആ മനുഷ്യൻ്റെ സൗഖ്യത്തിന് വേണ്ടി ഒരവസരം ഉണ്ടാക്കി കൊടുത്തു, അല്ലേ? പ്രതികാരം ചെയ്യാൻ കഴിയുമായിരുന്നില്ലേ? പക്ഷെ നോക്കൂ, ദൈവം അത്രയും ഒരു സാഹചര്യമേ ആ പെൺകുട്ടിക്ക് കൊടുത്തുള്ളെങ്കിലും അത് ഇന്നിവിടെയും നമുക്കും ധൈര്യം നൽകുമാറ് പ്രസംഗിക്കപ്പെടേണ്ടതിന് ഒരു മുഖാന്തരമായി തീർന്നില്ലേ? ഒരു ചെറിയ വിഷയം എവിടെയെത്തി? സിറിയയിൽ ദൈവത്തിൻ്റെ മഹത്വമെത്തി, അല്ലേ? ആ മനുഷ്യന് സൗഖ്യമായി, ആ പെൺകുട്ടിക്ക് ഒരു അഭിമാനമായി, നമുക്കിന്നൊരു ധൈര്യമായി. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? അല്പത്തിൽ വിശ്വസ്തത പാലിക്ക്, ദൈവം അധികത്തിന് വിചാരകനാക്കിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഈ മനുഷ്യൻ മുമ്പോട്ട് വന്ന് മറ്റു പലരും മുന്നോട്ട് വരേണ്ടതിന് പൗലോസ് തടവറയിൽ കിടന്നത് കാരണമായി തീർന്നു. ഒരുവന് ദൈവം നൽകിയിരിക്കുന്ന പ്രാപ്തി എന്തിനുള്ളതാണെന്നറിയാമോ? മറ്റൊരുവനെ വളർത്തിയെടുക്കാനുള്ളതാണ്, അല്ലേ? അധ്യക്ഷ സ്ഥാനത്ത് കയറി ഇരുന്ന് ചാകാനുള്ളതല്ല, മറ്റു പലരെ കൂടെ വളർത്തിയെടുക്കാനുള്ളതാണ്. പൊരുന്നക്കോഴി പോലെ വാതിക്കലിരുന്ന് വരുന്നതിനോട്ട് കയറ്റുകയില്ല, ഇതൊട്ടകത്ത് കയറുകയില്ല. ഈ വിധത്തിൽ സഭയിൽ വരുന്നതിൻ്റെ വളർച്ചയ്ക്ക് ഒരു കാഴ്ചപ്പാടുമില്ലാത്ത മുൻനിര വിശ്വാസികൾ ഉണ്ടെങ്കിൽ മാനസാന്തരപ്പെടണം. പ്രൈസ് ദി ലോർഡ്. മറ്റൊരുവൻ്റെ ആത്മീക വർധനവിന് വേണ്ടി നമുക്കും ചിലത് ചെയ്യാനുണ്ട് എന്നോർക്കുക. കേരളത്തിൽ നിന്ന് കയറ്റിവിട്ട ഞണ്ടിൻ്റെ മുകളിൽ മെഷു വെച്ചില്ല എന്നാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്.
അതെന്താണെന്ന് ചോദിച്ചാൽ മറ്റു സ്ഥലത്ത് നിന്നൊക്കെ കൊണ്ടുവന്നതിന് മെഷ് വെച്ചിട്ടുണ്ട്. ഇതെന്താ കൊണ്ടുവരാമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് മലയാളികളുടെ അവിടെ നിന്നുള്ളത്, അഥവാ ഒരെണ്ണം കയറിയാൽ മറ്റത് പിടിച്ച് താഴെയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. മലയാളികളുടെ ക്വാളിറ്റി അറബിയെ വിഴുങ്ങിയിട്ടാണേലും കാര്യം നടക്കും അല്ലേ? നോക്കൂ, മറ്റൊരുവനെ തകർക്കുക എന്നതല്ല നമ്മുടെ ഡ്യൂട്ടി, മറ്റൊരുവനെ പണിയുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അതിലൊരു എക്യുപ്മെന്റ്, നമുക്ക് അതിനു വേണ്ടി ദൈവം തന്നിരിക്കുന്ന ചില ഉപകരണങ്ങളോ അല്ലെങ്കിൽ താലന്തുകളോ ഒക്കെ ഉണ്ട്. അവരെ എക്യുപ്പ് ചെയ്യും, അവരെ ആ വിധത്തിൽ നിന്ന് വളർത്തിയെടുക്കുവാൻ നമുക്കൊരു ഡ്യൂട്ടി ഉണ്ട്. ഗായക സംഘത്തിൻ്റെ മുമ്പിലായാലും മറ്റൊരുവനെ കൂടെ വളർത്തിയെടുക്കാൻ അവന് കഴിയണം. സൺഡേ സ്കൂൾ ടീച്ചറായിരുന്നാലും മറ്റൊരാളെ കൂടെ അവിടെ കൊണ്ടുവരാൻ കഴിയണം. സഭയുടെ കമ്മിറ്റിയിലായിരുന്നാലും മറ്റൊരാളെ കൂടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ കഴിയണം. നമുക്ക് ഏത് ഡ്യൂട്ടിയുമാകട്ടെ, മറ്റു പലരെയും വളർത്തിയെടുക്കാനുള്ള ഡ്യൂട്ടി അതിൻ്റെ പിന്നിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റൊരുവൻ്റെ ഗുണം കൂടെ നോക്കണം. പ്രൈസ് ദി ലോർഡ്. അടുത്ത വിഷയം നമുക്ക് വേഗത്തിൽ വായിച്ച് അതും കൂടെ അങ്ങ് നിർത്തിയിട്ട് ബാക്കി പിന്നീട് നോക്കാം അവസരം ഉണ്ടായാൽ. റോമാലേഖനം 5-ാം അധ്യായം 1 മുതൽ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് മതി. റോമാലേഖനം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. റോമാലേഖനം പഠിച്ചാൽ ബൈബിൾ പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചു. അത്രയ്ക്ക് നല്ല ഒരു അടിത്തറ റോമാലേഖനത്തിലുണ്ട്. പൗലോസിൻ്റെ ഒരു മാഗ്ന കാർട്ട, അനുഗ്രഹീതമായ ആലോചനകൾ ഉൾക്കൊള്ളുന്ന ഒരു നല്ല ലേഖനം. എനിക്ക് തോന്നുന്നു ബൈബിളിലേക്കും വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് റോമാലേഖനമാണെന്ന് എൻ്റെ ബോധ്യം. ഞാൻ പലപ്പോഴും അതിനകത്ത് തന്നെ ഇങ്ങനെ കറങ്ങാറും. പൗലോസിൻ്റെ ലേഖനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ലേഖനത്തിലെ ഒരു പ്രധാനപ്പെട്ട അധ്യായമാണ് 5-ാമത്തെ അധ്യായം. അതിൻ്റെ ആദ്യത്തെ വാക്കുകൾ അതിൻ്റെ കാതലായ വിഷയത്തെ എടുത്തു കാണിക്കുന്നു. വിശ്വാസത്താലുള്ള നീതീകരണം എന്നൊക്കെ പറയുന്ന ആ ഭാഗങ്ങൾ. എൻ്റെ വിഷയം അതല്ല, അത് തന്നെയുമല്ല, അത് മുഴുവൻ വിശദീകരിക്കാൻ നമ്മുടെ മുമ്പിലുള്ള സമയം അനുവദിക്കുന്നുമില്ല. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട്. ഞാനും ദൈവമായിട്ടുള്ള പ്രശ്നം തീർന്നു. എന്താ കാരണം? ദൈവം നോക്കിയപ്പോൾ ഞാൻ കുറ്റവാളിയായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ദൈവം പരിശുദ്ധനാകയാൽ അങ്ങോട്ട് അടുക്കാനും വയ്യായിരുന്നു. ഞങ്ങൾക്ക് തമ്മിൽ ഒരു വിധത്തിലും സമാധാനം ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ആ സ്ഥാനത്ത് എൻ്റെ കുറ്റമേറ്റെടുത്ത് എന്നെ ദൈവസന്നിധിയിൽ നീതീകരിക്കാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഈ പ്രശ്നം വഹിക്കാൻ കഴിയുന്ന ഒരിടക്കാരൻ ഇറങ്ങി വന്നു. ആ മധ്യസ്ഥൻ ഇറങ്ങി വന്നപ്പോൾ ദൈവം ഒരുവനത്രേ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലെ മധ്യസ്ഥനും ഒരുവൻ. എന്തുകൊണ്ട് അവൻ ഇടക്കാരനായത്? എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുക്കുവാൻ അവൻ തയ്യാറായതിനാൽ അവൻ എനിക്കും ദൈവത്തിനും ഇടയിൽ നിൽക്കാൻ പര്യാപ്തമായി. അങ്ങനെ ആ ഇടയിൽ നിന്നവൻ മുഖാന്തരം ഞാൻ അവനിൽ പോയി മരിച്ചു, ദൈവം ഇവനിൽ എന്നെ ശിക്ഷിച്ചു. മനസ്സിലായോ? ദൈവം ക്രിസ്തുവിൽ എന്നെ ശിക്ഷിച്ചു, ഞാൻ ക്രിസ്തുവിൽ പോയി മരിച്ചു. അങ്ങനെ യേശു ക്രിസ്തു മുഖാന്തരം എനിക്കിപ്പോൾ ദൈവത്തോട് എന്തുണ്ട്? സമാധാനമുണ്ട്. അപ്പോൾ വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിനെ ദൈവം നിർത്തിയിരിക്കുന്ന ആദ്യത്തെ സ്റ്റേജ് നമ്മുടെ ലൈഫ് ലൈൻ ഇങ്ങനെ വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക. അതിനകത്തെ ആ ലൈൻ, ഇൻഫിനിറ്റ് ലൈനിലേക്ക് ഒരു സ്പോട്ട് ഇട്ടിട്ട് രക്ഷിക്കപ്പെട്ട ഡേറ്റ് എഴുതുക. ഇനി ഭൂമിയിൽ നിന്ന് നാം മാറ്റപ്പെടുന്നത് മരണമോ കർത്താവിൻ്റെ വരവോ എന്തെങ്കിലും ആകട്ടെ, അവിടെയും ഒരു സ്പോട്ട് ചെയ്യുക. എന്നിട്ട് ഈ സെഗ്മെൻറ്റിങ് വേർതിരിച്ചാൽ ഇതിനെ വിളിക്കാവുന്ന ഒരു പേരാണ് ക്രിസ്തീയ ജീവിതം. മനസ്സിലായോ? രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്ന നാൾ വരെ, മരണമോ കർത്താവിൻ്റെ വരവോ എന്തെങ്കിലും ഒന്ന് സംഭവിച്ച് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന നാൾ വരെ, ഈ ഭൂമിയിൽ ദൈവം നമ്മെ വെച്ചിരിക്കുന്ന നാളുകൾക്ക് നമുക്കൊരു പേര് കൊടുക്കാം, എൻ്റെ ക്രിസ്ത്യൻ ലൈഫ്. ഇതെന്തിനു വേണ്ടിയാ? ഇതൊന്നും കുറഞ്ഞു കിട്ടിയായിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും ചിന്തിക്കുന്ന ആത്മീകരുണ്ടാകാം. പക്ഷേ
ഇത് എത്രത്തോളം വലിച്ചു നീട്ടാമെന്ന് പ്രാർത്ഥനയിൽ പോരാടുന്നവരുമുണ്ട്. ഏതായാലും നമ്മുടെ വിഷയം ആ മണ്ഡലമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഓർക്കുക, ഈ ക്രിസ്ത്യൻ ലൈഫിന് വേണ്ടി ദൈവം എന്തിനാണ് നമ്മെ വെച്ചിരിക്കുന്നത്? ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. പാപത്തിൻ്റെ ചേറ്റുകുഴിയിൽ ആദാമ്യ സ്വഭാവത്തിൽ കിടന്ന എന്നെ റോ മെറ്റീരിയലായി അവൻ കയ്യിലെടുത്തത് ഒരു പ്രൊഡക്റ്റ് ആക്കാനാണ്. അതുകൊണ്ട് ആ പ്രോസസ്സിൽ ഞാൻ മുന്നോട്ട് പോയിട്ട് എന്ത് ചെയ്യണം? ഞാൻ ആ ദിവ്യ തേജസ്സിന്റെ പ്രത്യാശ കണ്ടിട്ട് അവിടേക്ക് യാത്ര ചെയ്യണം. അങ്ങേ അറ്റത്തേക്ക് കണ്ണുയർത്തി നോക്കിയാൽ അവിടെ എനിക്കൊരു ലൈറ്റ് ഹൗസ് കാണാം. എന്ത്? ദൈവ തേജസ്സിന്റെ പ്രത്യാശ. ഞാൻ അവിടേക്ക് നോക്കി യാത്ര ചെയ്യേണ്ടവനാണ്. അതിന് എന്നെ ദൈവം ഈ ഭൂമിയിൽ വെച്ചിരിക്കുകയാണ്. ഈ ഭൂമിയിൽ അങ്ങനെ വെച്ചിരിക്കുന്നു എന്നതിനാൽ ഈ കാലഘട്ടം അത്രയും എന്നിൽ ഒരു പ്രൊഡക്റ്റാക്കി മാറ്റേണ്ടുന്ന ഒരു വലിയ പ്രോസസ്സ് ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രോസസ്സിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രോസസ്സിനകത്ത് ഞാൻ മോൾഡ് ആകുന്നില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും അവിടേക്കുള്ള യോഗ്യത കിട്ടുന്നില്ല. അതുകൊണ്ട് അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിന് നമ്മെ കൂട്ടാളികളാക്കുമാറ് ഈ ഭൂമിയിൽ നമ്മെ പണിതുകൊണ്ടിരിക്കുകയാണ്. പഴയ സ്വഭാവം പലതും കയ്യിലുണ്ട്, അത് മാറ്റണം. അതിനെന്ത് ചെയ്യുന്നു? കർത്താവ് എനിക്ക് പണി തരികയാണ്. എൻ്റെ അകത്ത് പഴയ പല ജീവിത സ്വഭാവമുണ്ട്, അതെല്ലാം മാറ്റിയെടുക്കണം. അതിന് ദൈവം എന്നെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മോൾഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് അങ്ങ് വഴങ്ങി കൊടുക്കണം, അല്ലേ? അതിനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ചിലർ പറയാറുണ്ട്, എൻ്റെയൊക്കെ ഇവ എടുത്തിയാട്ടോ ഹരിശോ ഞങ്ങൾ പാരമ്പര്യമായിട്ട് അങ്ങനെയാണെന്ന് പറയും. മൂക്കിൻ്റെ അറ്റ തീച്ചിരുന്ന ഞങ്ങൾ വാളിന് വെട്ടുന്ന ആൾക്കാരാന്ന് പറയും. അപ്പോൾ ആ പാരമ്പര്യം, പഴയ രക്തത്തിൻ്റെ പാരമ്പര്യമൊക്കെ പറയുന്നത്. ഏതാ ശരിക്കും നമ്മുടെ പാരമ്പര്യം? രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരുന്ന ആ കുഞ്ഞാടിൻ്റെ രക്തത്താലുള്ള ബന്ധമല്ലേ നമ്മുടെ വിഷയം? ഈ രക്തബന്ധം വലുതാണെങ്കിൽ ആ പഴയ രക്തബന്ധം എന്തുകൊണ്ടാണ് ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നത്? ആ പഴയതിൽ ഇന്നും സുഖം കണ്ടെത്തുന്നത് കൊണ്ട്, ലജ്ജയായതിൽ പഴയതിൽ ഇന്നും ആ അരിശത്തിൽ എടുത്തുചാട്ടത്തിൽ ഒരു ഹീറോയിസം എടുത്തു കാണിക്കാൻ ഇന്നും ഇഷ്ടപ്പെടുന്നത് കൊണ്ട്. ഇല്ലെങ്കിൽ പണ്ടേ അത് മാറിയേനെ, അല്ലേ? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള ചരിത്രം പറഞ്ഞാൽ ചിലരൊക്കെ ആ കുപ്പിയുടെ കണക്കും അതും ഇതൊക്കെ പറഞ്ഞു കേട്ടാൽ ഇപ്പോഴും അവൻ അതിനകത്താണ് കിടക്കുന്നതെന്ന് തോന്നും. അമ്പടാ ഞാനേ എന്ന് പറഞ്ഞിട്ട് പഴയ പാപത്തിൽ അങ്ങോട്ട് എന്തോ ഒരു ഹീറോയിസം പറയുന്ന കേട്ടാൽ, ആ വാർഡ് 69 അങ്ങ് പൊക്കുന്ന കേട്ടാൽ ഇവൻ ഓർക്കും ഇപ്പോഴും അവൻ ആ വീട്ടിലെ സാധനം ഇരിപ്പുണ്ടെന്ന് തോന്നും. അതുപോലെ എന്തോ പഴയതിൽ അങ്ങ് രസം തോന്നുക. ഞാൻ പറയട്ടെ, പൗലോസ് അത്ര വലിയ പാപിയൊന്നും ആയിരുന്നില്ല. എന്നിട്ടും ആ മനുഷ്യൻ ക്രിസ്തുവിൽ വന്നപ്പോൾ പറഞ്ഞു, ഞാൻ ആ പാപികളിൽ, അത്രേ പറഞ്ഞുള്ളൂ, അല്ലേ? ഞാൻ ഇത്ര പേരെ കൊന്നപ്പോൾ അവൻ ഇങ്ങനെ ചെയ്തു, അവൻ അങ്ങോട്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് സാക്ഷി പറഞ്ഞോ? നോ, അല്ലേ? സ്തെഫാനോസിൻ്റെ ചരിത്രം പോലും തൻ്റെ ജീവിതത്തിൽ അധികമൊന്നും വിശദീകരിച്ചിട്ടില്ല. പഴയ പാപത്തെ ഹീറോയിസത്തിന് വേണ്ടി പൊക്കിപ്പിടിക്കുന്ന സാക്ഷ്യത്തൊഴിലാളി ആയിരുന്നില്ല പൗലോസ്, അല്ലേ? നമ്മുടെ ഇടയിൽ പാവക തൊഴിലാളികൾ കുറേ ഉണ്ട്. പണ്ടത്തേത് പറഞ്ഞു, ഇപ്പം ഇന്നത്തേതിൽ ഇവരോട്ട് കാണാറുമില്ല. എവിടെയൊക്കെയോ പോയി മറയാറുമുണ്ട്. പറയുന്നത് പലതും ദീപാവലിക്ക് മേടിച്ച റിഡക്ഷനാണ്. അതൊക്കെ ആ വിധത്തിലുള്ള സാധനങ്ങളാണ്. ഓക്കെ, നമ്മുടെ വിഷയം അതല്ല. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ള ഒരവസ്ഥയിൽ പഴയതിനെ ഉയർത്തുക എന്നുള്ളതാണോ നമ്മുടെ ലക്ഷ്യം? അല്ല. നമ്മുടെ ലക്ഷ്യം നമ്മുടെ ഹീറോയിസം ഉയർത്തുകയല്ല, നമ്മുടെ നാഥനെ ജീവിതത്തിൽ വെളിപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതൊന്ന് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണെന്ന് തോന്നുന്നു. അവിടെ ലൂക്കോസ് ഈ ചില വിഷയങ്ങളെക്കുറിച്ച് എടുത്ത് കാണിക്കുന്നുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് ഞാനതിലേക്ക്, അതിൻ്റെ 11-ാം അധ്യായത്തിന് 35 മുതലുള്ള വാക്യം. ആകയാൽ നിങ്ങളിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ നോക്കുക. നിന്റെ ശരീരം അന്ധകാരമുള്ള അംശം ഒട്ടും ഇല്ലാതെ മുഴുവനും പ്രകാശിതമായാൽ വിളക്ക് തിളക്കം കൊണ്ട് നിന്നെ പ്രകാശിപ്പിക്കുന്നത് പോലെ അശേഷം പണ്ടത്തെ കാളവണ്ടിയുടെ വിളക്ക് ചില്ല് പോലെയാണ് ചിലർ. പുറത്ത് കരി പിടിച്ചിട്ടേ അകത്തെ വെളിച്ചമൊന്നും പുറത്ത് വരുന്നില്ല. വെളിച്ചത്തെ ഇരുളാക്കുക അവർ. കാരണം എന്താ? വെളിച്ചത്തിൻ്റെ പ്രശ്നമല്ല, പിന്നെ എന്തിൻ്റെ പ്രശ്നം? ഈ ചില്ല് മുഴുവൻ കരി പിടിച്ചത് കൊണ്ട് ഈ വെളിച്ചമൊന്നും പുറത്തേക്ക് വരുന്നില്ല. അതാ വിഷയം. ആദ്യം എന്ത് ചെയ്യണം? ചില്ല് കഴുകാൻ നോക്കണം.
ഇവിടെ അതാ പറയുന്നത്, നിന്റെ ശരീരം അന്ധകാരമുള്ള അംശം ഒട്ടുമില്ലാതെ മുഴുവൻ പ്രകാശിതമായിരുന്നാൽ വിളക്ക് തിളക്കം കൊണ്ട് നിന്നെ പ്രകാശിപ്പിക്കുന്നത് പോലെ അശേഷം പ്രകാശിതമായി മാറും. അകത്തിരിക്കുന്ന ക്രിസ്തുവിനെ പുറത്ത് കാണിപ്പാൻ കഴിയാത്തത് നിന്റെ വൃത്തികേട് നിമിത്തമാണെങ്കിൽ അതിനെ തിരുത്താനുള്ള തൻ്റെ ഇടം ഒരു ദൈവ പൈതൽ ഉണ്ടാവണം. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ജനിച്ചവൻ നിമിത്തം നാട്ടുകാർ ക്രിസ്തുവിനെ ദുഷിക്കരുത്. നാം വൃത്തിയുള്ളവർ, ട്രാൻസ്പെറന്റ് ആയ ഒരു ക്രിസ്ത്യാനിറ്റി, അതാണ് ഒരു ആത്മീകന് ഭൂഷണം. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുകയാണ്, ആ വിധത്തിലുള്ള ഒരു ക്രിസ്ത്യൻ ലൈഫിന് വേണ്ടിയാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. തേജസ്സിലേക്ക് നമ്മെ വിളിച്ചിരിക്കുകയാണ്. എന്നിട്ടോ ഈ തേജസ്സിലേക്ക് നടത്തപ്പെടുന്ന ഒരു ദൈവ പൈതലിൽ ദൈവം നടത്തുന്ന പ്രോസസ് എന്ത്? അവിടെ പറയുകയാണ്, അവനെ കർത്താവ് കഷ്ടതയിലേക്ക് വിട്ടു. അല്ലേ? കഷ്ടത, സഹിഷ്ണുത, സിദ്ധത, പ്രത്യാശ. നമുക്ക് ആ ഭാഗം പിന്നീട് ചിന്തിപ്പാനേ കഴിയൂ. കാരണം ഈ ചുരുങ്ങിയ മിനിറ്റുകൾ കൊണ്ട് അത് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തിന് ദൈവം ഇത് അനുവദിക്കുന്നു എന്നതിൻ്റെ പുതിയ നിയമത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഷ്യമാണ് ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിലെ ഈ പ്രോസസ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുവദിക്കുന്ന പക്ഷം നമുക്ക് എപ്പോഴെങ്കിലും അത് കാര്യങ്ങൾ കൂടെ ബാക്കി ചിന്തിച്ച് തീർക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഒരു കാര്യം ഓർക്കുക, നാഥൻ നമ്മളെ അനാഥരായി വിട്ടിട്ടില്ല. ശത്രുവാണ് ഇതിൻ്റെ പിന്നിൽ, പിശാചാണ് എങ്കിൽ നമുക്ക് പലവട്ടം പ്രാർത്ഥിച്ചിട്ടും മറുപടി കാണാത്തപ്പോൾ ഇങ്ങനെ ചിന്തിക്കാം, ദൈവം എന്നെ കൈവിട്ടു, അവൻ എന്നെ സ്നേഹിക്കുന്നില്ല. എന്നാൽ ദൈവമാണ് ഇത് ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, അവൻ എന്നെ ഉപേക്ഷിച്ചിട്ടില്ല, ഇന്നും എന്നിൽ പണി നടക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകേണ്ടതിന് നമ്മുടെ കർത്താവിൻ്റെ പണി നമ്മിൽ നടക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ആ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് സഹിച്ചത് എന്തിനു വേണ്ടിയാ? നമുക്ക് വേണ്ടിയാ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിപ്പാൻ പാപികളാൽ ഇങ്ങനെയുള്ളത് സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവേൻ. പ്രൈസ് ദി ലോർഡ്. എന്താ കർത്താവ് സഹിച്ചത്? കർത്താവ് സഹിച്ചത് നമുക്ക് തുല്യനായി പാപമൊഴികെ സകലതും അവൻ സഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാം പറയുന്നത് അവനറിയാം, നമ്മെ അവനറിയാം, നമ്മിൽ അവനൊരു പണി നടത്താനുണ്ട്. ദൈവം അനുവദിച്ചാൽ ആ പണികളെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ചിന്തിപ്പാൻ ദൈവം വീണ്ടും ഇടയാക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സമയപരിമിതി എന്നെ അവിടെ നിർത്തുകയാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ ഫലമേൽപ്പിക്കാം. എല്ലാവർക്കും പ്രാർത്ഥനയ്ക്കായി കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാം. പ്രൈസ്